ശരിക്കൊരു ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും നല്ല റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ്. നല്ല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മളതിങ്ങനെ ഡ്രൈവ് ചെയ്ത ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഘടകം അതിലുണ്ടാവണം അല്ലേ? ഇപ്പൊ എന്താണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഏറ്റവും റിസ്കിയസ്റ്റ് ഇൻഡസ്ട്രി ആണെന്നറിയാം, മാർക്കറ്റിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരുന്ന ഒരു ഇൻഡസ്ട്രി, എന്ത് മാർക്കറ്റിൽ സംഭവിച്ചാലും എഫക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഒക്കെയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പൊ അതിലെന്താണ് സ്റ്റിൽ ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? മെയിൻ ഇതൊരു പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ എന്ന് പറയില്ല, നമ്മൾ ആ പാഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിന് പല കാര്യങ്ങളും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളൊരു പാഷനാണ് നമ്മളെ ഈ കൺസ്ട്രക്ഷൻ എന്നുള്ള പറയുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായി ചെയ്യാൻ കഴിയുന്നത്, നല്ല റെസ്പോൺസും കിട്ടുന്നത്. ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ മെയിൻ തിങ്. അതെ, കസ്റ്റമർ അവർ ഹാപ്പി ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സാധനം അടുത്ത ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് എന്താ പറയുക, നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പ്രോജക്ട്സ് ഉണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അതേ കൺസെപ്റ്റിൽ വെച്ചിട്ടാണ്.